മുറിക്കാൻ ഒരു വട്ടം മതി. അതെന്റെ കണ്ണിലെ കനലായാലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയാലും. സമയം തന്നായിരുന്നെങ്കിൽ ഞാൻ സെക്കൻഡ് ഉണ്ട് കേട്ടോ. പറ്റൂല. എടാ അവർ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? ഊഹം 4-5 പേരേ ഉണ്ടാവുള്ളൂ. കഴിയട്ടാ ഞാൻ പറഞ്ഞ കേക്ക് പ്ലീസ്. ഇല്ലാവ് നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചത് അടിച്ചു തീർക്ക്. ആവേശം ആവേശം നല്ലതല്ല. ഇവിടെ അമ്മാര് എല്ലാ മരത്തിന്റെ ബാക്കിൽ അമ്മാര് ഉദ്ദേശം ഇത്ര ഉണ്ടാവുള്ളൂടാ. 2-3 കൊല്ലണം, അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലണം. കാരണം അത്രയും ഫ്ലോറസ് അടിച്ചല്ലേ സഹിക്കാൻ പറ്റത്തില്ലേ. സൗണ്ട് കുറച്ച് പക്ഷെ എനിക്ക് കാണിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം. അല്ല എനിക്ക് വഴി വേ പോയിന്റ് കാണിക്കുന്നുണ്ട്. എനിക്ക് കാണിക്കാം. ഒന്നുകൂടെ മാർക്കറ്റ് നോക്കി. ചിലപ്പോ സൈഡിലുള്ളവർക്ക് അത് ആവത്തില്ലായിരിക്കും. സൈഡിൽ ഇരിക്കുന്നവർക്ക്. എനിക്ക് വീണ്ടും കാണിക്കുന്നുണ്ടല്ലോ. നിനക്ക് 1.7 കിലോമീറ്ററിൽ വേ പോയിന്റ് കാണുന്നില്ല ആ ഡയറക്ഷനിൽ? എനിക്ക് അങ്ങനെ ഒരു മാപ്പേ ഇല്ല. ഒരു മറ്റേ സാധാരണ സിറ്റിയിലൊക്കെ നേരെ പറയാൻ പറഞ്ഞുതരാം. നിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാ 1.4 കിലോമീറ്റർ. ഇനി 1.3. ഏതാ വീട്ടിലെന്തോ ഇരിക്കാനേട്ടാ. ചെന്ന് കുത്തല്ലത്. വെയിറ്റ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടേ പറയാം. വല്ല ക്യാമ്പ് ആയിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. വണ്ടി നമ്മളാണോ? അല്ലല്ലോ. അടി അടി അടി. അവൻ എങ്ങോട്ടോ കൊണ്ടുപോവാണേ. ഒന്ന് സ്ലോലി കളിച്ചടാ. അവൻ എങ്ങോട്ടോ കൊണ്ടുപോവാ. എടാ ഇതിന്റെ മണ്ടയ്ക്ക് കയറാ. ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറിപ്പോടാ ഒരാള്. അതിന്റെ മണ്ടയ്ക്ക് ഒരു ക്യാമ്പ് വരും. എവിടെ? എടാ അവൻ വെയിറ്റ് കൊണ്ടോ? വെയിറ്റ് കൊണ്ടോ? ആ 2 വണ്ടി വാ. വാ ഇടിച്ച് കയറ്റാവനെ. അടിച്ചു കൊല്ല്. എന്താ വില കൊടുത്ത് നമുക്ക് ജയിക്കണമെന്ന്. അയ്യോ എന്താ ദൈവം. അടിക്കരുത്. എന്താടാ നിനക്ക്? എന്താടാ നീ ആരും പണച്ച എന്റെ ഐജലിനെ വിളിയടാ. എന്റെ ഐജൽ പോപ്സ് ആണോ? എവിടാ ഐജലിനെ വിളിയടാ. നീ നിന്റെ ഐജലിനെ വിളി. ആ പൂപ്സ് തീട്ടത്തിനെ വിളി. കൊണക്കട്ടെ. അയ്യോ കഴിവില്ലാത്ത പട്ടി. എത്ര വിളിക്ക്. അത് പോരെ. അറിയായിരുന്നു എന്റെ കയ്യിന്ന് വിഷയം എന്തേലും. ഞാൻ ഇട്ടു ന്യൂ ഇയർ ലെവൽ. കൊമ്പന് ഇട്ടിട്ട് പോടി. അത്രേ ഉള്ളൂ. 2 ദിവസം വരണ്ടാവുള്ളൂ. 2 ദിവസം വരണ്ടുള്ളൂ. പാവങ്ങൾ അതിനകത്തോട്ട് കുത്തി കയറ്റി. കൊമ്പന ഡയലോഗ് കേട്ടോ. വാസു തു ഓൾഡോൺ പോയി ആദ്യം നേരെ കളിക്ക് പഠിക്കുവാണമേന്ന്.
കുത്തിയനൊക്കെ ഒറ്റ ഇറക്കയാണ്. വാ 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 സിറ്റി വാ സിറ്റി വാ സിറ്റി വാ സിറ്റി വാ സിറ്റി വാ സിറ്റി വാ ആഘോഷിക്കട്ടെ. എടാ ഇന്ന് ആഘോഷിക്കണം, ഇന്ന് ആഘോഷരാം. സിറ്റി വാ, ലെറ്റ്സ് ഗോ. എടാ അവന്മാര് വണ്ടി എടുത്ത് വരാൻ പറ, കത്തിക്കാൻ വേണ്ടി. കളിയാ, ready ആക്കിയിട്ട് വണ്ടി എടുത്ത്. Thanks for the headlight, Umma DJ. ഇവന്താ കാണിക്കുന്ന അറിയാം. BC യിൽ വരാം. ഹലോ, ഇവന്റെയൊക്കെ കുണ്ണത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തി തരാം. പന്ന പൊലയാടിക്കൊണ്ടായ തായോളികള് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി എന്റെ സൈഡിൽ നിന്ന് ഒരു ഇതും പ്രതീക്ഷിക്കരുത് മയിരി. ഞാൻ വേറെ ഒരാളെടുത്ത് ഞാൻ ഇങ്ങനെ ഇതായിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാം. സ്ക്രീൻ ഇതായിട്ടിരിക്കണേ. ഞാനും ഞെട്ടി. എന്റെ സ്ക്രീനാണോ ലൈവ് ആണോ? ഇത് കണ്ട, ഞാൻ ഒന്നുമില്ലെങ്കിൽ സിറ്റിക്കകത്താ പറയണേ. ഇവനെ പോലത്തെ തന്തയില്ലാത്ത പട്ടികൾ കളിക്കുന്നവൻ അഖിൽ ജോഡ് ഹാഷ്ടാഗ് കൊട്ടയം അവന്റെ തന്തയുടെ പറിക്കകത്ത് ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക. എടാ കുണ്ണയോളി തന്തയില്ലാത്ത പൂർവിമോനെ എനിക്ക് സ്പാം ചെയ്യിപ്പിക്കാനെന്ന് നിന്റെ വിട്ട് 1-2 പേരെ വെച്ചല്ല 10,000-15,000 പേരെ വെച്ച് സ്പാം അഖിലെ തള്ളയോളി നീ അവനെ കുണ്ണ. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് ഈ പൊലയാടികളെ ഈ തന്തയില്ലാത്ത പൂർവിമോമാര് ഇവിടെ അടുത്തത് ഇത് കണ്ട ഇമ്പോർട്ടർ ഞാൻ ഇവരെല്ലാം കാശ് കൊടുത്ത് മേടിച്ചു തന്ന്. എടാ പന്ന പൊലയാടി മോനെ, നിന്റെ തന്തര എന്നാണ് ഞാൻ മേടിച്ച പട്ടിത്തായോളി. നീയൊക്കെ പിന്നെ എവിടെ വന്ന ഫ്രീ ഫയർ വാണങ്ങളെ പൂർവി മോനെ. എടാ തള്ളയോളികളെ, നിന്റെയൊക്കെ അണ്ടി പന്ന പോലെയാടി. നീ പലയിടത്തുനിന്ന് നക്കി ഞങ്ങളുടെ സെർവറിൽ കയറി വന്നിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സെർവറിൽ നക്കി കയറി വന്നിട്ട് നീയൊക്കെ ഇരുന്ന് ഓസിയിലിരുന്ന് എന്നെ അങ്ങ് അവരാധിക്കുന്നോടാ പൂർവി മോനെ. നീയൊക്കെ എത്ര നാളുണ്ട് ഉണ്ടാക്കണം? ഞാൻ കുറെ നാളാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ പൂർവി മോനെ. നിന്റെയൊക്കെ ഓസിയിലുള്ള ഹാഷ്ടാഗ് കൊട്ട ഞാൻ പറയുന്നെങ്കിൽ ഗെയിമിനകത്താണ് പൂർവിമോനെ പറയുന്നത്. പരിന്തോസ് ക്യാരക്ടറൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് നിന്നെ ഒന്നും അബ്യൂസ് ചെയ്യുന്നില്ല പട്ടി പോലാടികളെ. നീയൊക്കെ വെളിയിലിരുന്ന് അവരാധിക്കുന്നു. നീയൊക്കെ പുണ്ടച്ചിക്ക ഉണ്ടായവനെ. നീയല്ല നിന്റെ തന്തേറെ തന്തേ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഇതിനകത്ത് വന്നാൽ പോലും നിനക്കൊന്നും TV അടിക്കാൻ പറ്റില്ല പൂർവിമോനെ. നീയൊക്കെ എന്താ പറഞ്ഞ കാശിന് വേണ്ടി നക്കി നിൽക്കുന്നവന്മാരാണെന്നോ? എന്റെ ലൈഫിൽ ഏറ്റവും ഉണ്ടാവേണ്ടത് ഞാൻ ഇത്രയും ദിവസമായിട്ട് ലൈവ് വരാത്തത് പോലും അതുകൊണ്ടാണ്. എന്റെ ഏറ്റവും ശോക സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ഹാക്ക് ഇട്ട് പിടിച്ച കുണ്ണയൊന്നും നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും ട്രിഗർ ആയിട്ടില്ല ഞാൻ വേറെ ഒന്നിലും ഇതിനകത്ത്. ഈ ഇടയായിട്ട് ഞാൻ ഒന്നിലും ട്രിഗർ ആയിട്ടില്ല. ഞാനിങ്ങനെ ഇവന്മാരൊക്കെ ലൈവ് ഇട്ടങ്ങ് അവരാധിക്കുന്ന ഒരു പ്രീവാർ ജയിച്ചപ്പോഴത്തേക്കിന് നീ പോയി നിന്റെ കൊമ്പന്റെ അണ്ടി എടുത്തിട്ട് ചൂപ്പറ പട്ടി പൊലയാടി പൂറി മോനെ അതിൽ ചോടുത്ത അവരെയും കൂടി ഒന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലും കമന്റ് സെക്ഷനിലും ഇട്ട് അവരാധിക്കുന്നോണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കൊറേ ആയി ഇതിനകത്ത്. ജിപ്സി പോയി അപ്പി പോയെന്ന് ഇങ്ങനത്തെ ഉളുപ്പിൽ തോറ്റിട്ട് ഇരുന്ന് ഇത് നോക്കടാ. എങ്ങനെ പറ്റണടാ ഇവന്മാരെയും കൊണ്ട് എങ്ങനെ പറ്റണ്? അങ്ങനെ ഇട്ടിട്ട് പോടാ പുണ്ടച്ചി മോനെ. ഓൾ ഡൗൺ ഇട്ടിട്ട് പോന്നീ പന്ന പൊലയാടികള്. എനിക്ക് ഇത് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഊമ്പനായി പോളിയാ. ഞാൻ അതുകൊണ്ട് എനിക്ക് പറയണം. എന്നിട്ട് ഇവന്മാർ ഇന്നലെ എന്റെ ഈ എയിമിന്റെ കാര്യം പറഞ്ഞായിരുന്നടാ. ഇരുന്ന് എത്ര പിക്കൊണ്ടാ തായോളികളാ നിനക്ക്? നീ ഇരുന്ന് പറഞ്ഞു നിന്റെ എത്ര പിക്കൊണ്ട് നിന്റെ ലീഡർ കൊണ്ട് 24 മണിക്കൂറേ 24 മണിക്കൂർ ജിഡിയും കളിക്കുന്നവന്മാരാ. 15 പേര് നിന്നടിച്ചിട്ട് ഒരാളാണ് ആ പട്ടം പറത്തുന്നതാടാ കൊണയടിക്കുന്നേ ആ ജിപ്സി. എല്ലാം അടിക്കുവേ അവസാനം മറ്റേ ഗ്യാഗോസിൽ പോയി കയറുന്ന തായോളിയാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, അവരുണ്ടാക്കി വെച്ച 16 കണ്ടന്റ് ആരിറക്കും?
എന്തൊക്കെ അല്ല ഈ ജിപ്സി ബോംബിന് പിന്നെ മാത്രം പിന്നെ ഡൈനോസർ ഒരു കാര്യം തന്തയില്ലാത്തവന്മാര് ഞങ്ങളുടെ വണ്ടി മേടിച്ചിട്ട് കൊമ്പന്റെ ഒരു 5-ാം കാല് ഫ്രണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഗാർബേജ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കടാ പൂറി മോനെ. എന്നിട്ട് നീ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ടോയ് കാർ, എടാ ടോയ് കാർ ഉണ്ടായിട്ട് എന്താ നീ അടിക്കാൻ ഞങ്ങളെ? നിന്റെയൊക്കെ ട്രോളിൽ നീയൊക്കെ ഇന്നലെ അവരാധിക്കുന്നുണ്ടല്ലോ നിന്റെയൊക്കെ ടോയ് കാർ. എടാ ടോയ് കാർ പറന്നുപോയി. എത്ര പറഞ്ഞാലും നാളെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ വന്നിരുന്നവര് അധികം അത്ര എളുപ്പമില്ലാത്ത തീ ചോദിക്കുന്നത് എടാ റിപ്ലൈ പറയണ്ട അമ്മര് തോറ്റമാരാ. അടുത്ത ഇനി എങ്ങോട്ടാ? എടാ എങ്ങോട്ട് പോയാലും ഹാക്ക് ഇട്ട് ഊമ്പി കളിച്ചവനെ ഒന്നും തിരിച്ചു കയറ്റി കളിപ്പിക്കേണ്ട ഗതികേട് ടിവിക്ക് വന്നിട്ടില്ലടാ പൂറി മോനെ. ഗോഡ് ഈസ് ബാക്ക്, ഗോഡ് ഈസ് ബാക്ക്, ഗോഡ് ഈസ് ബാക്ക്, ഗോഡ് ഈസ് ബാക്ക്. ഗോഡ് ഈസ് ബാക്ക് എന്ത് പിഒവിയുള്ള മൊത്തം അവന്മാരുടെയും ഇത് കൊടുക്കണടാ ഇതിനകത്ത്. ഈ കഴിഞ്ഞ വട്ടം ഞാൻ വെറുതെ വിട്ടതാണ്. ഈ പുണ്ടച്ചികളുണ്ടല്ലോ എല്ലാ അവന്മാരെ അവരാധിച്ചിട്ട് വിട്ടാൽ മതി. ഇനി ഇതിനകത്ത് നീ കളിക്കാൻ ഇവന്മാരൊക്കെ മനംനൊന്ത് കളിക്കരുത്, മനസ്സിലായി? മനംനൊന്ത് ഇവന്മാർ കളിക്കരുത് ഇതിനകത്ത്. അതുപോലെ ഒരു സാധനം കൊടുത്തിട്ട് വിട്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ കൊമ്പന്റെ സീനൊക്കെ എടാ ഈകളെ ഞാനൊരു കാര്യം പറട്ടെ ഈകളെ, ഇപ്പൊ നീ പറഞ്ഞ എന്റെ 10 ഇരട്ടി അവന്മാരെല്ലാം ഇൻ കേസ് ജയിച്ചായിരുന്നെങ്കിൽ അവന്മാര് പറഞ്ഞ മനസ്സിലായില്ലേ? അവന്മാരതിന്റെ അപ്പുറം പറയും. അതുകൊണ്ട് ഇത്ര ഞാൻ പറഞ്ഞ ആളിയാ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇന്നലെ അത് അവന്മാര് ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇന്നുകൊണ്ട് പറയാൻ നിർത്തൂല, ഒരു 4 ദിവസം പറയും. ഒരു കാര്യം പറയണ്ട. എടാ ടി ജിയുടെ ഒരു 4 വണ്ടി ഇവിടെ ഇരിപ്പുണ്ടേടാ. അതിന്റെ ഹെഡ്ലൈറ്റ് ഊരി ആ കൊമ്പം പുണ്ടച്ചിയുടെ അണ്ടിയിലോട്ടൊന്നും മീറ്റിംഗിൽ കുറച്ച് ഓർമ്മയുണ്ടോ? തലയില് കൊമ്പുള്ളല്ലേ? ഡയലോഗ് ഉണ്ട് ഡൊമിനിക് ദിൽമാൻ അല്ല, ഡൊമിനിക് ഡിൽഡോ. ഡൊമിനിക് ഡിൽഡോ ആ ഹെഡ്ലൈറ്റ് ബുള്ളറ്റ് എടുത്ത് കളയാൻ ഇപ്പൊ അമ്മമാരുടെ വായിലും ഡൊമിനിക് ഡിൽഡോ, ദിൽമാൻ അല്ല, ഡിൽഡോ, ഡൊമിനിക് ഡിൽഡോ. വായിലും മൂലത്തും ഒക്കെ വെക്കാൻ ഇനി. മൂലത്ത് അവന്റെ തുള ഇട്ട് വെച്ചിട്ടുണ്ട്, വലിയൊരു തുള മൂലത്ത് നടുക്കും. ഒരു കാര്യം പറ, വാറ ഇന്ന് ആഘോഷരാണ്. സിറ്റി വാ, എല്ലാരും സിറ്റി വാ. ഇവന്മാരുടെ വണ്ടി എവിടെ? ഇവന്മാരുടെ വണ്ടി മുതുക്കി കൊണ്ട് കത്തിച്ചാലടാ, കൊറേ നാളായില്ലേ? വാറേനെ പറ്റത്തില്ല ചന്ദ്ര. ഓക്കെ, ഇനി FRP വരാൻ നോക്കണം. വേറെ ഇനിയൊന്നും പറയാൻ പോലെ ട്രിഗർ ആക്കാൻ അവന്മാർക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇനി ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഇവന്മാരുടെ മറ്റേ ഷഡ്ഡി സെർവർ ഉണ്ടല്ലോ, കൊട്ടയിലടിക്കുമ്പോൾ വീഴുന്ന സെർവർ. ആ സെർവറിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചു പേർക്ക് ബാൻ മേടിച്ച് തരാനുള്ള പരിപാടിയോട് നോക്കും, മനസ്സിലായോ? അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് ചില്ലാവും. പിന്നെടാ കുണ്ണ നീയൊക്കെ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ബാൻ മേടിച്ചു തന്നാൽ എനിക്കൊരു അണ്ടിയും പോകാനില്ല. നിന്റെ കൂട്ട് കുണ്ണയും കുത്തി ഇതിനകത്തില്ല എന്റെ ജീവിതം ഇരിക്കുന്നത്. കേട്ടറാ പൂറി മോനെ, നീ അതോടെ പോയി വലിച്ചോട്. അളെ ഈ വണ്ടി ഇരുന്ന വീഴില്ല. അളിയാ സത്യം പറയാലോ, ഒരു സന്തോഷമുണ്ട്. എനിക്കൊരു ഉന്മേഷവും എനിക്കൊരു ഇതാണ്. ഇന്നലെ ചത്തോടുന്നപ്പോ ആരെന്തോ പറഞ്ഞിരുന്നല്ലോ, വാടന എന്തോ അവിടെ തന്തയെ പോയി വിളിക്കണം. എനിക്ക് പറയാനുണ്ട്. മറ്റവന്റെ പേരെന്തോ ടിവിയുടെ ഇന്റർവ്യൂ എന്തോ എടുത്ത് നടന്ന് പൊലയാടി മോനെ, നീ വന്ന് ഇന്നലെ അണ്ണനെ വാണെന്ന് വിളിച്ചല്ലോ മൈരെ. തന്തനെ പോയി വിളിക്കണം അപ്പോലെയാടി മോനെ. നീ വലിയ ഇതൊന്നും ഇല്ല. ഇവന്മാർ ഇന്ന് അണ്ണാന്ന് വിളിച്ചിട്ട് നാളെ കുണ്ണേന്ന് വിളിക്കണമെന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും കുഴപ്പമില്ല, പോട്ടെ. ഈ പട്ടിപ്പൂർമാരൊന്നും എനിക്ക് മൊണ്ണേന്നൊക്കെ വിളിക്കാവോടാ പാറില്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഒരു ചാനലില് ഒരു മോഡറേറ്ററാ, അല്ല അവനൊരു ചാനൽ, അവൻ ഇതിനകത്ത് പ്ലെയറാ, അവൻ ഓസിക്കകത്തിരുന്ന ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ ഇത് തോന്നിയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇവന്മാരുടെ ചാറ്റിൽ കുറെ അച്ചിപ്പട്ടികളുണ്ട്. അവന്മാര് കാരണമാണ് ഇവന്മാർ ഈ തല്ല് മൊത്തം കൊള്ളുന്നത്.
സിറ്റുവേഷൻ എടുക്ക് ടി വി ആയിട്ട് കൊണക്ക്. ഇന്നലെ തന്നെ ടൈം കൊടുക്കണ്ട, കേറിയടി ഇല്ലേ, പറ്റത്തില്ലെന്ന് പറ. ഇത് കേൾക്കുമ്പോൾ ലീഡർ ചാറ്റ് ഇന്ന് വാറെടുക്കാൻ പറഞ്ഞു. ഇന്ന് വാറെടുത്തേക്കാം. ചാറ്റ് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. എടാ ഇന്ന് വേണ്ട കേട്ടോ ചാറ്റ് പറഞ്ഞ്. ഇതാണ് അവിടുത്തെ പരിപാടി. ഇവന്മാര് കാരണം എന്തോരം തല്ല കൊള്ളുന്നതെന്ന് അറിയോ, ചാറ്റിലുള്ള കുറെ അച്ചിവാണങ്ങൾ കാരണം. അച്ചിപ്പട്ടിയൊക്കെ സ്വന്തമായിട്ട് ഒരു ഇതെടുക്കാൻ കഴിയാത്തനൊക്കെയാണ് എന്നെ ഇരുന്ന് ഊമ്പാൻ നിൽക്കുന്നത്. പാർട്ടി വാ ഡെഫിനറ്റ്ലി വാ സിറ്റിയോ ഈ തായോളിയെ കഴിച്ചിരുന്ന പാർട്ടി ആയിട്ട് എത്തിയോ? പിന്നെന്തിനാ സിറ്റി കയറേ? ഈ തള്ളയോളിയൊക്കെ അടിച്ചാൽ എന്ത് പാർട്ടി? പിന്നെന്തിനാ ഒരു പാർട്ടി വെക്കട്ടെ, 15 പേര് ഒരാളെ കൊന്നില്ലേ? അതവൻ എന്തായാലും അവനെ മൊണ്ടേജ് കയറ്റാ വീഡിയോ എന്തായാലും അത് മൊണ്ടേ നാളെ മൊണ്ടേ ഡയലോഗ് ഉണ്ടായിരുന്നടാ. ഞാൻ ഈയിടെ ഈ റീസെന്റ് ഇത്രയും ട്രിഗർ ഞാൻ ഒരു കാര്യത്തിനും ആയിട്ടില്ല. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇന്നലത്തെ ഇതൊന്ന് കാണണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇത്രയും ഡൗൺ ടൈമിൽ ഈ ഒരു സാധനം ബിൽഡ് ബാക്ക് ചെയ്ത് ഈ പിള്ളേരെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇത്രയും നാളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരെയൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതാ, അത് ചെയ്തതാ, ഇത് ചെയ്തതാന്ന് പറഞ്ഞിരുന്ന് ആഘോഷിക്കുമ്പോൾ അത് ഒരു കൂട്ടം കഴിവില്ലാത്ത അച്ചിപ്പട്ടികൾ ഇരുന്ന്